നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ളവർ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണണം. കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് പുതിയ പരിശോധനയിൽ നിരവധി പേരുടെ വിവരങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന കാര്യങ്ങൾ: എന്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ പരിശോധന നടക്കുന്നത്, 86,000 പേരുടെ വിവരങ്ങൾ എങ്ങനെ കണ്ടെത്തി, അതുപോലെ ആരൊക്കെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ സാധ്യത, ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം കാർഡ് നഷ്ടമാവുമോ, കുടുംബത്തിൽ ഒരാൾ ഇൻകം ടാക്സ് അടച്ചാൽ എല്ലാവരെയും ബാധിക്കുമോ, PM കിസാൻ വിവരങ്ങളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടോ, GST രജിസ്ട്രേഷൻ ഉള്ളവർ എന്താണ് അറിയേണ്ടത്, AI ഉപയോഗിച്ച് സർക്കാർ എങ്ങനെ വിവരങ്ങൾ കണ്ടെത്തുന്നു, അനർഹരാണെന്ന് കണ്ടെത്തിയാൽ എത്ര രൂപ പിഴ വരാം, അതുപോലെ തന്നെ മറ്റു പ്രധാന കാര്യങ്ങളായ പോസ്റ്റ് ഓഫീസ് ജോലിയെക്കുറിച്ചും അതുപോലെ ഓണം ക്ഷേമ പെൻഷനെ കുറിച്ചും PM സൂര്യഘർ പദ്ധതിയിലെ കേന്ദ്ര സബ്സിഡി, മൊബൈൽ റീചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ, UPI ഇടപാടുകളുമായി ബന്ധപ്പെട്ട പുതിയ നിയമനീക്കം തുടങ്ങിയ ഇന്നത്തെ പ്രധാന വാർത്തകൾ നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തു വെക്കാനും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡിലൂടെ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം യഥാർത്ഥത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് സർക്കാർ സഹായം ലഭിക്കുക എന്നതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. സാമ്പത്തികമായി നല്ല നിലയിലുള്ള ചിലര് മുൻഗണനാ റേഷൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നു എന്നായിരുന്നു പ്രധാന പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പരിശോധന കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അനർഹരാണെന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ കൈമാറുന്ന പുതിയ സംവിധാനം പ്രവർത്തനമായിട്ടുണ്ട്. കേരളത്തിലെ ആദ്യഘട്ട പട്ടിക ലഭിച്ചിരിക്കുകയാണ്. 86,000 പേരുടെ വിവരങ്ങളാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങളാണ് കേന്ദ്ര സർക്കാർ പരിശോധിച്ചത്. അതിൽ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ മുകളിലുള്ള നിരവധി പേരുടെ വിവരങ്ങൾ കണ്ടെത്തി. ഈ വിവരങ്ങൾ ഇപ്പോൾ കേരള സർക്കാരിന്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. തുടർന്ന് ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്കും വിവരങ്ങൾ അയച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം: വിവരങ്ങൾ കൈമാറി എന്നത് കൊണ്ട് മാത്രം എല്ലാവരുടെയും റേഷൻ കാർഡ് ഉടൻ റദ്ദാക്കുമെന്ന് അർത്ഥവുമല്ല. ഓരോ കേസും പ്രത്യേകം പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. അതിനാൽ അനാവശ്യ ഭീതി ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ മകൻ ജോലി ചെയ്യുന്നു, അദ്ദേഹം ആദായ നികുതി അടയ്ക്കുന്നുണ്ട്, എന്നാൽ മാതാപിതാക്കൾ മുൻഗണനാ റേഷൻ കാർഡിലാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കുടുംബഘടന, വരുമാന വിവരങ്ങൾ, അർഹതാ മാനദണ്ഡങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം. അതിനാൽ എല്ലാ കേസുകളും ഒരുപോലെ ആയിരിക്കില്ല. അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷമേ അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ AI ഉപയോഗിക്കുന്നുള്ള കാര്യമുണ്ട്. മുമ്പ് പല പരിശോധനകളും കൈമാറിയ രേഖകളെ ആശ്രയിച്ചിരുന്നു. ഇപ്പോൾ അതിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ആധാർ നമ്പർ, പാൻ കാർഡ്, റേഷൻ കാർഡ്, ഇൻകം ടാക്സ് വിവരങ്ങൾ, GST വിവരങ്ങൾ, PM കിസാൻ വിവരങ്ങൾ, ഇവയെല്ലാം ഡിജിറ്റലായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണിപ്പോൾ. ഇതിലൂടെ വളരെ വേഗത്തിൽ വിവരങ്ങൾ പരിശോധിക്കാൻ സർക്കാരിന് കഴിയുന്നു. ഇതിനെ പല റിപ്പോർട്ടുകളിലും AI അടിസ്ഥാനമാക്കിയ പരിശോധന എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, സർക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രധാന സംവിധാനമാണ് സ്മാർട്ട് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിലൂടെ സംസ്ഥാനങ്ങൾക്ക് തത്സമയം വിവരങ്ങൾ ലഭിക്കാനും ഒരു വ്യക്തിയുടെ വിവരങ്ങൾ സംശയമുണ്ടായാൽ അതിന്റെ അലേർട്ട് ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് ലഭിക്കുകയും ചെയ്യും. ഇത് മുൻപത്തെ പോലെ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന നടപടിയല്ല. ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് പരിശോധന നടക്കുന്നത്. ഇനി PM കിസാൻ വിവരങ്ങളും പരിശോധിക്കുമോ എന്നുള്ളതുണ്ട്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ചില വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂവിസ്തൃതി, മറ്റ് രേഖകൾ തുടങ്ങിയ ക്രോസ് വെരിഫിക്കേഷൻ നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ PM കിസാൻ വാങ്ങുന്ന എല്ലാവരുടെയും റേഷൻ കാർഡ് റദ്ദാക്കുമെന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കരുത്. അർഹതാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാന കാര്യം.
അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ എടുത്തവരുടെയും വിവരങ്ങൾ പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് കാരണം വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നവർ യാഥാർത്ഥത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാൻ അർഹരാണോ എന്നത് പരിശോധിക്കാനാണ്. അതുപോലെ കമ്പനി രജിസ്ട്രേഷൻ, ബിസിനസ് വിവരങ്ങൾ എന്നിവയും ചില സാഹചര്യങ്ങൾ പരിശോധിക്കും. ഇനി അനർഹനാണെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതാണ് എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന ഒരു ഭാഗം. റിപ്പോർട്ടുകൾ പ്രകാരം അനർഹരാണെന്ന് തെളിഞ്ഞാൽ സൗജന്യമായി കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില ഈടാക്കാൻ സർക്കാർ നടപടിയെടുക്കാം. നിലവിൽ പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് കിലോയ്ക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയുമാണ് വരുന്നത്. ഈ കണക്കുകൾ പ്രകാരം സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അതായത് ഇങ്ങനെ വാങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാലും ഓരോ കേസിലും എത്ര തുക ഈടാക്കുമെന്ന് വ്യക്തിയുടെ രേഖകളും വാങ്ങിയ അളവും പരിശോധിച്ച ശേഷമായിരിക്കും. ഇതിലെല്ലാവരും ഭയപ്പെടണമെന്നുള്ള കാര്യമുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹരായ ഗുണഭോക്താക്കളാണെങ്കിൽ അനാവശ്യ ആശങ്ക വേണ്ട. സർക്കാർ നടത്തുന്ന പരിശോധനയുടെ ലക്ഷ്യം അനർഹരെ കണ്ടെത്തുക എന്നതാണ്. അർഹരായ കുടുംബങ്ങളുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുകയും ഇതിന്റെ പ്രധാന ഉദ്ദേശമാണ്. ഇനി പൊതുവായ സംശയങ്ങൾക്ക് മറുപടി തരാം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം കാർഡ് റദ്ദാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇല്ല, ബന്ധപ്പെട്ട അർഹത മാനദണ്ഡങ്ങളും രേഖകളും പരിശോധിച്ച ശേഷമാണ് അന്തിമ നടപടി. ഇതിൽ നോട്ടീസ് വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. പല സാഹചര്യങ്ങളിലും പരിശോധനാ നടപടിയുടെ ഭാഗമായി ബന്ധപ്പെട്ട അധികാരികൾ അറിയിപ്പ് നൽകാൻ സാധ്യതയുണ്ട്. ഇനി അപ്പീൽ നൽകാനാവുമോ എന്നുള്ള ചോദ്യമുണ്ട്. അന്തിമ ഉത്തരവ് ലഭിച്ചാൽ നിലവിലുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് വിശദീകരണം നൽകുന്നതിനോ അപ്പീൽ സമർപ്പിക്കുന്നതിനോ അവസരങ്ങൾ ഉണ്ടാവാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ്, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും അന്വേഷിക്കുന്ന ഒരു വിഷയമാണ് ക്ഷേമ പെൻഷൻ. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ഒരു ചോദ്യമാണ് വരുന്നത്: ഓണത്തിന് എത്ര രൂപ കിട്ടും? 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കുമോ? പണം അക്കൗണ്ടിൽ എപ്പോഴെത്തും? ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. അതായത് നിലവിൽ പെൻഷൻ 2000 രൂപയാണ്. മുൻപ് ലഭിച്ചിരുന്നത് 1600 ആയിരുന്നെങ്കിലും പിന്നീട് സർക്കാർ ഇത് വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കിയിരുന്നു. അതായത് നിലവിൽ ഒരു മാസത്തെ അടിസ്ഥാന പെൻഷൻ 2000 രൂപ എന്നതാണ്. കേരളത്തിൽ എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. ഓണക്കിറ്റ് വിതരണം, ശമ്പള വിതരണം, പെൻഷൻ മുൻകൂട്ടി നൽകൽ, മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം ഉത്സവത്തിന് മുൻപ് പൂർത്തിയാക്കാൻ സർക്കാർ സാധാരണ ശ്രമിക്കാറുണ്ട്. കാരണം ഓണക്കാലത്ത് സാധാരണ കുടുംബങ്ങൾക്ക് ചെലവ് കൂടുതലായിരിക്കും. ഭക്ഷ്യസാധനങ്ങൾ വാങ്ങണം, വസ്ത്രങ്ങൾ വാങ്ങണം, കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, ഓണസദ്യ ഒരുക്കണം, ബന്ധുവീട്ടിൽ സന്ദർശിക്കണം, ഇങ്ങനെ നിരവധി ചിലവുകൾ ഉണ്ടാകാം. അതിനാൽ പെൻഷൻ നേരത്തെ ലഭിച്ചാൽ വലിയ ആശ്വാസമാകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല മാധ്യമങ്ങളിലും ഒരു സാധ്യതയെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. ഓണം ആഗസ്റ്റ് അവസാനത്തോടെ സെപ്റ്റംബർ ആദ്യത്തെയോ എല്ലാം ചേർന്ന് ഒരുമിച്ച് വരുന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷനും മുൻകൂർ മാസത്തെ പെൻഷനും എല്ലാം ഒരുമിച്ച് വിതരണം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്ന പ്രതീക്ഷയാണ് ചില റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. അങ്ങനെ തീരുമാനമുണ്ടായാൽ 2000 + 2000 4000 രൂപ ലഭിക്കും എന്ന രീതിയിൽ ഇരട്ട ഗഡുവായി പണം ലഭിക്കാനുള്ള പ്രതീക്ഷയാണ് വരുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം വ്യക്തമാക്കാം: ഈ തുക സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യമാണ്, കേരളത്തിലെ കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്ക് ഓണത്തിന് മുൻപായി ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ ധനമന്ത്രാലയം തീരുമാനിച്ച റിപ്പോർട്ടുകളുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഓഗസ്റ്റ് 24 പെൻഷൻ മുൻകൂട്ടി നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഉത്സവത്തിന് മുൻപ് സാമ്പത്തിക ആശ്വാസം ലഭിക്കും. ഇനി അടുത്ത പദ്ധതിയെക്കുറിച്ചാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികളിൽ ഒന്നാണ് PM സൂര്യഘർ യോജന. വൈദ്യുതി ബില്ല് കുറയ്ക്കാനും സ്വന്തം വീടുകളിൽ സോളാർ സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള വലിയ അവസരമാണ് ഈ പദ്ധതി നൽകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പദ്ധതിയോടുള്ള താല്പര്യം വളരെ കൂടുതലാണ്. കാരണം കേരളത്തിൽ വൈദ്യുതി ഉപയോഗം കൂടുതലാണ്. ഓരോ മാസവും വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് പല കുടുംബങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാർ സോളാർ സംവിധാനങ്ങൾക്ക് സബ്സിഡി നൽകുന്നത്. ലഭ്യമായ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്ഥാപിക്കുന്ന സോളാർ സംവിധാനത്തിന്റെ ശേഷിയെ ആശ്രയിച്ച് പരമാവധി 78,000 രൂപ വരെ കേന്ദ്ര സബ്സിഡി ലഭിക്കും. അന്തിമ സബ്സിഡി തുക സ്ഥാപിക്കുന്ന ശേഷി, അർഹത, നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെ ആശ്രയിച്ചായിരിക്കും. ഈ ഒരു വീടിന്റെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിച്ചാൽ പ്രതിമാസ വൈദ്യുതി ബിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. ആവശ്യമായ വൈദ്യുതി ബിൽ അതുപോലെ വൈദ്യുതി വീട്ടിൽ തന്നെ ഉൽപ്പാദിക്കാനും സാധിക്കും. അധികമായി ഉൽപ്പാദിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, അതിനുള്ള പ്രതിഫലവും നിങ്ങൾക്ക് ലഭിക്കും. ദീർഘകാലത്ത് വൈദ്യുതി ചെലവ് കുറയ്ക്കാനും സഹായിക്കും. ഇത് പരിസ്ഥിതി സൗഹൃദ പദ്ധതിയുമാണ്.
ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ പൊതുവായ ആവശ്യമായ കാര്യങ്ങൾ: ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, സ്വന്തം പേരിലുള്ള വീടോ അർഹരായ മേൽക്കൂരയോ ഉണ്ടായിരിക്കണം, സാധുവായ വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ പദ്ധതിയുടെ മറ്റു മാനദണ്ഡങ്ങളും പാലിക്കണം. നിങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടലിൽ ചേർന്ന് ഈ ഒരു പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത കാര്യമാണ്, ഇന്ത്യൻ പോസ്റ്റിൽ സർക്കാർ ജോലി വന്നിരിക്കുകയാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യമാണ്, ഇന്ത്യൻ പോസ്റ്റിലെ മെയിൽ മോട്ടോർ സർവീസിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. സ്ഥിര സർക്കാർ ജോലി ലക്ഷ്യമിടുന്നവർക്ക് ഇത് ശ്രദ്ധിക്കാവുന്ന അവസരമാണ്. ഉയർന്ന പ്രായപരിധി 56 വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിരമിക്കലിനോട് അടുത്തിരിക്കുന്ന ചില സേനാംഗങ്ങൾക്കും നിശ്ചിത വ്യവസ്ഥകൾ പ്രകാരം അപേക്ഷിക്കാൻ അവസരമുണ്ട്. അപേക്ഷ ഓഫ്ലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം നിർദ്ദിഷ്ട വിലാസത്തിലേക്ക് അയക്കണം. അപേക്ഷ അയക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ എല്ലാ നിബന്ധനകളും വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയങ്ങളിലേക്കാണ്. ടെലികോം റീചാർജ് നിരക്കുകൾ. ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നീ പ്രമുഖ കമ്പനികൾ വീണ്ടും നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില വിപണി റിപ്പോർട്ടുകൾ പ്രകാരം പരമാവധി 15% വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഉദാഹരണത്തിനായി 349 രൂപയുടെ പ്ലാൻ 389 രൂപയിലേക്ക് വരും. 899 രൂപയുടെ പ്ലാൻ 1007 രൂപയിലേക്കും 3599 രൂപയുടെ പ്ലാൻ 4031 രൂപയിലേക്കും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവ കമ്പനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പുതിയ നിരക്കുകളല്ല, ഇത് വിപണി റിപ്പോർട്ടുകളിൽ വന്ന വിലയിരുത്തലുകളാണ്. അത് ശ്രദ്ധിക്കണം. ഇനി UPI ഇടപാടുകൾക്ക് സർവീസ് ചാർജ് വരുമോ എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന മറ്റൊരു കാര്യമാണ് 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ UPI ഇടപാടുകൾക്കും ചാർജ് വരും എന്നുള്ളത്. എന്ന തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ സ്ഥിതി എന്താണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ പേയ്മെന്റ് സംബന്ധിച്ച നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമത്തിന്റെ ഭാഗമായാണ് ഭാവിയിൽ ചില തരത്തിലുള്ള വ്യാപാര ഇടപാടുകൾക്ക് MDR പോലുള്ള സംവിധാനം പരിഗണിക്കാനുള്ള നിയമപരമായ സാഹചര്യം ഒരുക്കുകയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ദിവസേന നടത്തുന്ന ചെറിയ വ്യക്തിഗത UPI ഇടപാടുകൾക്ക് ഉടൻ പുതിയ ചാർജ് ബാധകമാകുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായും വൻകിട വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ഉയർന്ന തുകയുടെ ഇടപാടുകൾ സംബന്ധിച്ച സാധ്യതയാണ്. അതുകൊണ്ട് പാൽ വാങ്ങുക, പച്ചക്കറി വാങ്ങുക, ഓട്ടോ കൂലി നൽകുക, ചെറിയ കടകളിൽ UPI ഉപയോഗിക്കുക, ഇത്തരം സാധാരണ ഇടപാടുകൾക്ക് ഇപ്പോൾ പുതിയ ചാർജ് നിലവിൽ വന്നിട്ടില്ല. UPI സേവനം രാജ്യത്ത് വളരെ വേഗത്തിൽ വളരുകയാണ്. പ്രതിമാസം കോടിക്കണക്കിന് ഇടപാടുകളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ നിയമം പാസ്സാവുകയും അതിന്റെ അന്തിമ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് കരുതേണ്ടതില്ല. നമ്മളപ്പോൾ ഇതെല്ലാമാണ് നോക്കിയത്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.